ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. ഇപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, കുണുക്കനും കുണിക്കുകയും കാർത്തൂനും എനിക്ക് എല്ലാവർക്കും വയ്യ. കാർത്തൂനും കുണുക്കനും കുണിക്കുകയും നല്ല പനിയും കഫക്കെട്ട് ശ്വാസം മുട്ടൊക്കെയാണ്. എനിക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കര തലവേദന, റെസ്റ്റില്ലാണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര തലവേദന മാറി ഒരു ടൈമില്ല. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നെസ്റ്റോർ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പൊന്നു ഷെബിയൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു മാസത്തിന് മേലെ പലചരക്കൊന്നും മേടിക്കാൻ പറ്റാണ്ടിരുന്നു. ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ നെസ്റ്റോറൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ലിക്വിഡുകൾ, ബാത്റൂം എണ്ണ, ലോഷനുകൾ, ഹാൻഡ് വാഷ്, ടിഷ്യൂ ഇതൊക്കെ നമുക്ക് ഓഫറിലാകുമ്പോൾ നെസ്റ്റോറിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് മേടിക്കാം. മറ്റുള്ളടത്തൊക്കെ ആകുമ്പോൾ എളുപ്പമല്ല അതൊക്കെ മേടിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തൊക്കെ കഴിയാറുമ്പോൾ ഞാൻ തൃശ്ശൂരും അപ്പോൾ ഞാൻ ഈ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ട് എൻ്റെ അലമാരി കാലിയായി തുടങ്ങി. അപ്പോഴേക്കും പിന്നെ പൊന്നു ഷെമി ഒക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങളൊരു ദിവസം നെസ്റ്റോറിക്കായിട്ട് നെസ്റ്റോറിക്ക് പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഇനി അടക്കി പറക്കി വയ്ക്കാറും നല്ലൊരു പണിയാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാം ഒതുക്കലാണ് കേട്ടോ. പലചരക്ക് വളരെ കുറച്ചുള്ള മേടിച്ച്, അല്ലാതെ ചില സാധനമാണ് കേട്ടോ കൂടുതൽ മേടിച്ചത്. ഇപ്പോൾ പലചരക്ക് പിന്നെ അധികമൊന്നും വേണ്ട, മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും അധികം ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ നോണും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണല്ലോ ഈ വക കാര്യങ്ങൾ കൂടുതൽ. ഇപ്പോൾ ഈ പച്ചക്കറി കഴിക്കാനും ആർക്കും അത്ര വലിയ ഇൻട്രസ്റ്റൊന്നും ഇല്ല. ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഒരു മടുത്ത ലുക്കാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിക്കേണ്ട കഴിച്ച് കഴിക്കാട്ടോ. അങ്ങനെ പിള്ളേർ ഇവിടെ കുണുക്കനും കുണിക്കൊക്കെ നല്ല പനിയായിട്ടാണ് എത്തുമ്പോഴേക്കും അവർക്ക് 2-3 ദിവസമായി തുടങ്ങിയിട്ടൊക്കെ. തിങ്കളാഴ്ച ഒപ്പിടാൻ പോയി. തിങ്കളാഴ്ച രാത്രി തൊട്ട് തുടങ്ങിയതാട്ടോ കുണുക്കനും കുണിക്കും പനി. അത് രാത്രി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ 2 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഈ പനി നോക്കുന്നത് എടുത്തോടുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പനി. 2 പ്രാവശ്യം ഡോക്ടറാണ്. ഇന്നും ഒരു കുറവില്ല കുണിക്ക്. ഇന്നലെ തൊട്ട് തുടങ്ങിയ തലവേദന ഒരു കുറവുമില്ല. എനിക്കത് ഭയങ്കര തലവേദന. ഇനിയിപ്പോൾ രാത്രി ഒരു 9, ഇപ്പം സമയം 8 കഴിഞ്ഞ് ഒരു 9:30 ആകുമ്പോൾ ഡോക്ടർ വരും. ആ നേരത്തൊന്നും ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിക്കണം കേട്ടോ. എന്താ കാലാവസ്ഥയുടെ ആണോ എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും വയ്യ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തന്നെയാണ് അടിച്ചു വരുന്ന ചൂല് തുടയ്ക്കണ വടിയും ഛർദ്ദിച്ചിട്ടുള്ള തുണികളും കഴുകി തോറ്റു. എത്ര പ്രാവശ്യം കുണിക്ക് ഛർദ്ദിക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്രയും പ്രാവശ്യം കുണിക്ക് ഛർദ്ദിച്ചിട്ടുണ്ട്. മരുന്ന് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ കുണിക്ക് ഛർദ്ദിക്കണം. എന്തോ ലൈറ്റ് വീണ്ടും ഓരോ സൈഡ് ശരിയാക്കുമ്പോൾ അടുത്ത സൈഡ് കേടാവൂട്ടാണ്. നമ്മൾ അടുക്കള പണിയിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വെക്കാൻ നോക്കേണ്ടത്. നമ്മളൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ കാര്യങ്ങൾ വെച്ചാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ അങ്ങനെയായിരുന്നു, അതൊക്കെ ഞങ്ങൾ മാറ്റി. മുകളിലത്തെ അങ്ങനെയായിരുന്നു, അതൊക്കെ മാറ്റി. ഈ സൈഡിലത്തെ അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് വീണ്ടും അതും പീസ് അടിച്ചു തുടങ്ങി. അപ്പോൾ ഇനി അതും മാറ്റട്ടെ. എളുപ്പമല്ല, ഇങ്ങനെ നമുക്ക് ഓരോരോ പണികൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ മുതൽ പയറും പരിപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ഇതൊക്കെയല്ലേ ഉള്ളൂ ഫുഡിൽ. വേറെ പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഏൽക്കില്ല. പച്ചക്കറിയുടെ ഉപ്പേരി ഇപ്പോൾ ഒരു മുതിരുപ്പേരി മാത്രമാണ് ഇവിടെ എല്ലാവരും വരുന്ന അറിയിച്ച് തോന്നുന്നു കേട്ടോ. പക്ഷേ അത് തിരിച്ച് പച്ചക്കറിയുടെ ഒരു ഉപ്പേരിയാണെങ്കിൽ ആർക്കും വേണ്ട. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോറൊക്കെ പോയി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് രാത്രി ആകുമ്പോൾ മേലൊക്കെ നനച്ചുവിട്ട് ഞങ്ങൾ മേലൊക്കെ കുളിച്ച് പുറത്തൊക്കെ പോയി വന്നില്ല. എല്ലാം പണിയോട് ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഞാൻ മേലൊക്കെ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടത്. ഇപ്പോൾ ഒക്കെ കണ്ടത് വന്ന് നിൽക്കണമൊക്കെ കുണുക്കനും കുണിക്കും ഒക്കേനും വയ്യ. വല്ലാത്തൊരവസ്ഥ. ബുധനാഴ്ച സ്കൂളിൽ പറഞ്ഞില്ല കേട്ടോ. എന്താ വെച്ചാൽ ചൊവ്വാഴ്ച പറഞ്ഞില്ല പനി കഴിക്കാനും. പിന്നെ ബുധനാഴ്ച കുണിക്കിൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരുന്നു. അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വ്യാഴാഴ്ച സ്കൂളിൽ പോകാൻ പറ്റിയില്ല, നല്ല പനിയായിരുന്നു കേട്ടോ. പിന്നെ വെള്ളിയാഴ്ചയാണ് പോയത് കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന ദിവസമായിരുന്നു കേട്ടത്. രാവിലെ തന്നെ എണീച്ച് വന്നു. ഒന്ന് വയ്യാന്ന് പറഞ്ഞാൽ ഈ നോൻപ് കാലിലേക്കാണ് രാവിലെ അടിച്ചടിച്ചിട്ട് പിടിച്ചിട്ടൊക്കെ നമുക്കങ്ങനെ പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ എണീച്ച് വന്നപ്പോൾ കണ്ടാൽ നമ്മുടെ മരുന്നിൻ്റെ ഒരു ബോക്സ് ഇരിക്കണമെന്നാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് വയ്യാണ്ടാകുമ്പോൾ എളുപ്പമല്ല മരുന്ന് കൊടുക്കണം. നല്ലൊരു ചടങ്ങ് കേട്ടോ. 4-5 തരം. ഇപ്പോൾ കുണുക്കനെന്നൊക്കെ 1, 2, 3, 4, 5, 6 തരം മരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുണിക്കുണ്ട് ഒരു 3-4 തരം. എളുപ്പമല്ല കുട്ടികൾക്ക് എല്ലാ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ രാവിലെ ആദ്യം തന്നെ കുളിക്കാനുള്ള ചൂടുവെള്ളത്തിന് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് അടക്കള ജസ്റ്റ് ഒന്ന് വെറുതെ അമ്മ അവസരം മടക്കി വെച്ചിട്ട് നമ്മുടെ അൽമാരിലുണ്ട്, നമ്മുടെ കള്ളിയിലുണ്ട് അവിടെ.
കുണുക്ക് കുളി കഴിഞ്ഞ് വന്നതാട്ടം മേല് കുളിച്ച് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് രാത്രി ഉറങ്ങുമ്പോൾ അടക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി കിടക്കണതാണ് കേട്ടോ. ഒന്നുമില്ല, എന്നാലും നമ്മൾ നോൻപ് കാരണമൊക്കെയാണ് ജസ്റ്റ് ഒന്നുകൂടി രാവിലെ എണീച്ചാൽ ഒന്നുകൂടി ഒക്കെ തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് വയ്ക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചൂടുവെള്ളം വെച്ചു. പിന്നെ ഒരു വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ, അതും ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പൊന്നും ഷെബിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കാരണം ഞാൻ വലിയൊരു കുക്കറുണ്ട്. വലിയ കുക്കറൊന്നുമല്ല, 5 ലിറ്ററിൻ്റെ അത്ര 10 ലിറ്ററിൻ്റെ കുക്കർ തോന്നുന്നു. അപ്പോൾ 2 ഗ്ലാസ് അരി അടുപ്പത്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞങ്ങൾ 1 ഗ്ലാസ് അരി ആണ് കേട്ടോ ഞങ്ങൾ വെക്കുള്ളൂ. അതിന് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലവാവില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ തണുക്കുണ്ടാ അമ്മോട് പറ പൊന്നാ ഇവിടെ ഉണ്ടടി കാത്തുമ്മ ഡ്രസ്സ് അമ്മ ഇവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോലെ നീ ഇവിടെ ഇപ്പം കുണുക്കൻ്റെ കുളി കഴിഞ്ഞിട്ട് വന്നു. ഇതിപ്പോൾ കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞ് ആരെ കുളിപ്പിച്ചന്ന് ആരെ കുളിപ്പിച്ചന്ന് മാമനെ കുളിപ്പിച്ചന്ന് അച്ചാച്ചനാ അച്ചാച്ചൻ ആരെ കുളിച്ച് മാമ കുളിച്ചു കാത്തു ഇത്ര ദിവസം എവിടെയായിരുന്നു? എന്തായിരുന്നു അവിടെ? എന്താ ഷൂട്ടാ അല്ലേ? ഞാൻ ചോദിച്ചു കാത്തു ഇത്ര വിഷയം എവിടെയായിരുന്നു കാത്തു എന്ന് വെച്ചാൽ പറയാം ഷൂട്ടായിരുന്നു എന്ന് പറഞ്ഞു കുട്ടി. കുട്ടിയുടെ അമ്മയോ? വീട്ടില് ബാഗ് ഇട്ടുണ്ടോ? എവിടെയാ അമ്മ? ഷൂട്ടിലമ്മ ഷൂട്ടില. അമ്മേനെ ഇഷ്ട? ആ കുട്ടിക്ക് ഇഷ്ട? നല്ല അമ്മയാ? കുട്ടിയുടെ സീരിയലില് അമ്മേനെ കേട്ടോ കുട്ടി പറഞ്ഞ ഷൂട്ടിൽ അമ്മേനെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാത്തുമ്പോൾ പോയിട്ട് അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുണുക്കിൻ്റെയും അന്നേട്ട് കുളിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ കുളിച്ച് വന്നു. അപ്പം ഞാൻ അകമ്പരൊക്കെ അടിച്ചു വരിട്ടിട്ടാണ് വന്നിട്ട് അപ്പം അന്നേട്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പള്ളിയും കൈയൊക്കെ ഭയങ്കര വേദന ആയതുകൊണ്ട് അപ്പം എന്നിട്ട് തുടച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അന്വേഷണം കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ച് ഇപ്പുറത്തെ അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാക്കിയപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മുതല വേവിക്കാൻ വെക്കേണ്ടത് സ്കൂളിലേക്ക്. ഇന്ന് ഞാൻ അവർക്ക് ചോറ് കൊടുത്തേക്കണം കേട്ടോ. ഇന്ന് ഈ ദോശയും ഇത് കൊടുത്തേച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്കും മടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവർ ചോറ് കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇന്ന് അവർക്ക് ചോറും പിന്നെ സ്നാക്സിനായിട്ട് കൊടുത്തേക്ക് ചക്കര കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങണത്. ചക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. കുറേശ്ശെ മേടിച്ചു വന്നിട്ട് ഞാൻ 2 ദിവസം 3 ദിവസം ആയിട്ടാണ് പുഴുങ്ങുക. ഒരുപാടൊന്നും ഇവിടെ തിന്നില്ല, കുഞ്ഞു പീസായിട്ട് വേണം കേട്ടോ. എന്നിട്ടിപ്പോൾ അതിലാകെ ലാസ്റ്റ് ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു പുഴുങ്ങി. എന്നിട്ട് അത് ചിലവാണ്ട് ഇപ്പോൾ 2 അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കും കഴിക്കാൻ പേടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ രാവിലത്തെ ചക്കര വേവിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു സ്കൂളിലേക്ക് മുതിരപ്പേരിയുടെ ഒപ്പം വേറെ എന്തുണ്ടാക്കും എന്ന് വെച്ചപ്പോഴാണ് സാമ്പാർ കഷ്ണം കട്ട് ചെയ്തിട്ട് 2 ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കണം. എന്താ വെച്ചാൽ ഒരു ദിവസം സാമ്പാർ വയ്ക്കാണ്ട് ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ ശരിയാക്കിയപ്പോഴുണ്ടല്ലോ ഇവിടെ കറണ്ട് പോയിട്ട് പിന്നെ രാവിലെ കറണ്ട് പോയിട്ട് പിന്നെ വരുന്നത് ഉച്ച തിരിഞ്ഞിട്ടാണ്. പക്ഷേ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ സാമ്പാർ കഷ്ണം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അപ്പം ഞാൻ ചെന്നാൽ അതെടുത്ത് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. മുതിര വേവിക്കുമ്പോൾ മുതിര കാച്ചാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ അപ്പുറത്ത് നന്നാക്കുന്നുണ്ട്. സാമ്പാറിലേക്കുള്ളതും നന്നാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് കുറച്ച് ദിവസം ആദ്യമൊക്കെ ഞാൻ കുടിച്ചിരുന്നുണ്ട്. അതായത് നേരി ചൂടുവെള്ളത്തിൽ തേനും ചെറുനാരങ്ങയും പട്ടയൊക്കെ ഇട്ട് വെള്ളം കുടിച്ചിരുന്നു. പിന്നെ ഓരോ സമയമാകുമ്പോൾ ഓരോ മാറ്റങ്ങൾ കേട്ടോ. ഇപ്പം ഞാൻ ഡയറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ഈ ചതച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുതിരയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുതിരയൊക്കെ പെട്ടെന്ന് കാച്ചിൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നത് സാമ്പാറിന് വറക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ഉഴുന്നും പരിപ്പും ഉലുവയും ചെറുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് നല്ലൊരു പുളിയുറുമ്പിന് തരാകുമ്പോൾ നമ്മളതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാം. മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ വറുത്തോരിട്ട് നമ്മൾ തൃശ്ശൂർക്കാർ എപ്പോഴും സാമ്പാറുണ്ടാക്കുക നാളികേരം വറുത്തരച്ചിട്ടാണ് കേട്ടോ. സാമ്പാറിനേക്ക് ഇങ്ങനെ പൊടി സാമ്പാറൊന്നും ഒരുപാട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇപ്പം ഞാൻ പറഞ്ഞ ഡയറ്റിങ്ങിനായിട്ട് ഒരു വയറ് കുറയാൻ വേണ്ടിയിട്ടൊരു വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. കുടിക്കാമെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. ഭയങ്കര ഒരു സ്മെല്ലും ചവർപ്പൊക്കെയാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ സ്മെല്ലുകളോ അതൊന്നും ഇഷ്ടമില്ല. പക്ഷേ എന്താ പറയുക
ഓരോ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പം ഞാൻ ഫുഡ് അധികം കഴിക്കുന്നില്ല, പക്ഷെ എന്നാലും ഈ ഉള്ള തടിയിൽ നിന്ന് കുറയുന്നുണ്ട്. ഞാനിപ്പോൾ അന്ന് നിൽക്കുന്ന സെയിം തടിയിൽ തന്നെയാണ് നിൽക്കണമെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി തടി കുറഞ്ഞെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് ഒഴിച്ചിലിന് പോകണം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യണം, ശരീരം സ്റ്റീം ചെയ്യണം. ഒഴിച്ചിലും സ്റ്റീമർ കൊടുത്താലാണ് ഇനി ഈ തടിയും വന്ന് കുറയുള്ളൂ അത്ര. അതങ്ങനെയാണ് അത്ര. നമ്മൾ ഓവർ തടി ഉണ്ടെങ്കിൽ അത് തടി കുറഞ്ഞ് ഒരു ലെവലിലേക്ക് നിൽക്കും. അവിടെ നിന്ന് പിന്നെ കുറയണമെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത്ര. എന്നാലും കുറയുള്ളൂ. സത്യം ഞാൻ അതിന് മാത്രം ഫുഡൊന്നും കഴിക്കണില്ല, എന്നിട്ടും പിന്നെ ആ തടിയുമെന്ന് കുറയണ്ട കേട്ടോ. ആദ്യമൊക്കെ തോന്നണു 92 ഒരു 78 കിലോനൊക്കെ പെട്ടെന്ന് ചടപടാകുമ്പോൾ ഞാൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറയാൻ ഭയങ്കര പണി കേട്ടോ. അപ്പം ഈ അതേപോലെ ഇങ്ങനെ നിലനിർത്തി ഞാൻ പോകുന്നുണ്ടെന്ന് മാത്രം. ചില ദിവസം ഫുഡൊന്നും കഴിക്കാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വിറ്റാമിനായിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെ ഒന്നും കഴിക്കൊന്നുമില്ല. വീട്ടിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ തന്നെയാണ് കഴിച്ചു പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പേരുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിത് വലിയ കുടുംബമായിട്ടല്ല, അങ്ങനെ ഉണ്ണുകളൊക്കെ ഉള്ളതല്ല. അപ്പോൾ അവർക്ക് മേടിക്കും, അവർക്ക് കൊടുക്കുക എന്നല്ലാണ്ട് നമുക്കിത് കഴിക്കാനും പിടിക്കാനൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു അരക്കിലോ ആപ്പിൾ മേടിക്കുകയാണെങ്കിൽ എന്ത് മേടിക്കണം, അത് ഉണ്ണുകൾക്കായിട്ട് മേടിക്കുക കേട്ടോ. നമുക്കങ്ങനെ ഡയറ്റിങ് ആണ് വെച്ചിട്ട് അങ്ങനെ മേടിക്കാറ്. ഒരു സമയത്ത് വയ്യാണ്ടായ സമയത്ത് ഞാൻ മേടിച്ച് കഴിച്ച് തടി കുറച്ചു. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കെല്ലാം നമ്മുടെ കാര്യം കൂടി നടക്കില്ല. അപ്പോൾ അതാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ തരികട വെള്ളമൊക്കെ വെറുവായിട്ട് കുടിച്ചാൽ തടി കുറയുന്നൊക്കെ പറയണ കേട്ടിട്ടാണ് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പം നമ്മൾ നടക്കുന്നത്. കുറഞ്ഞില്ലെങ്കിലും കൂടില്ലല്ലോ എന്നുള്ളൊരു സമാധാനം അത്രയേ ഉള്ളൂ. അങ്ങനെ 2-3 ദിവസമായി എന്നോട് പഠിക്കാൻ പോകേണ്ടപ്പോൾ അവർ പാത്രമൊക്കെ കഴുകി വെച്ചത് ഒന്നുകൂടി എടുത്തിട്ട് കഴുകി മടക്കി വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ചൊവ്വാഴ്ച പനിയെങ്കിലും പോയില്ല, ബുധനാഴ്ച ട്രിപ്പ് പോക്കായിരുന്നു, പിന്നെ വ്യാഴാഴ്ച പോകാൻ പറ്റിയില്ല, പിന്നെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അവർ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ചോറ് വെച്ചതിൻ്റെയും ഈ മുതല വെച്ചതിൻ്റെയൊക്കെ കുക്കറിൽ കഴുകാൻ നല്ല പണിയാട്ടാണ്. അങ്ങനെ നമ്മൾ സാമ്പാറിൽ പരിപ്പ് വെച്ചതിന് കഷ്ണം ഇട്ടു, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കായം ഇട്ടു. അത് വെന്ത് വന്നതിന് ശേഷം പുളി പിഴിഞ്ഞ് വെച്ചു കേട്ടോ. പുളി വെച്ചതിന് ശേഷം നമ്മൾ അരപ്പ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരാളിപ്പുറത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഷർട്ട് ഇടാണ്ട് വന്നു നേട്ടാ. അപ്പം ഞാൻ മനുഷ്യ കോപ്പിറൈറ്റ് വരും, ഞാൻ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയതാട്ടാ. അപ്പം എന്നിട്ട് കുളിക്കാൻ പോകട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, പുളിയും എല്ലാം ഉണ്ടോ നോക്കട്ടെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് സത്യമാണ് സാമ്പാർ അങ്ങനെ പുറത്ത് പോയിട്ട് കഴിക്കാൻ ഇഷ്ടം. നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന സാമ്പാറാട്ടെ എനിക്ക് കൂടുതലിഷ്ടം. എനിക്ക് മല്ലിയിലോ അങ്ങനെ ഒരുപാട് കുത്തുള്ള സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ. പലരും പല ടേസ്റ്റുകാരാണല്ലോ. അപ്പോൾ എനിക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അധികം സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത സാമ്പാർ കായത്തിൻ്റെ സ്മെല്ലും മല്ലിയിലയുടെ സ്മെല്ലുള്ള സാമ്പാറാണ് എനിക്കിഷ്ടം കേട്ടോ. ചിലവർക്കൊക്കെ മിളകിൻ്റെ മല്ലിയുടെയൊക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് മുന്തി നിൽക്കും, അതെനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ എനിക്ക് സാമ്പാറിൽ കുറച്ച് കൂടുതൽ തക്കാളി ഇടും കേട്ടോ. ഞാൻ തക്കാളി ചെറിയൊരു ഇതാണ് 3-4 ഇട്ടാൽ. പിന്നെ കായത്തിൻ്റെ മണം കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കായം കഴിഞ്ഞു, അതിൽ നിന്നൊക്കെ മുറിച്ചൊക്കെ എടുത്തുള്ളത് തട്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സാമ്പാർ കാച്ചാൻ വേണ്ടിയിട്ട് പുറത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളകും അതൊക്കെ കഴിഞ്ഞു. അത് സ്റ്റോറിൽ നോക്കിയപ്പോഴേ ലൂസായിട്ടുള്ളതില്ല, പാക്കറ്റ് നമുക്ക് 1 കിലോ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ മേടിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ ഒരു 100 ഗ്രാം വറ്റൽമുളക് കൊണ്ടേക്കണം കാച്ചാനേ. അങ്ങനെ നമ്മുടെ കടുക് ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ച് നമ്മൾ ആ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മല്ലിയില ഇട്ടിട്ട് സാമ്പാർ ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. അതൊരു അപ്പോഴേക്കും നമ്മുടെ ഉണ്ണുകൾക്ക് സ്കൂളിൽ പോകാൻ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഈ അടിച്ചവരും ഒതുക്കലും കുള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അടുക്കളയിൽ കയറാൻ പറ്റുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഏകദേശം പെട്ടെന്ന് സമയം എന്ന് പറയണ പോലെ പെട്ടെന്ന് പോട്ടാം. അങ്ങനെ ഉണ്ണുകൾക്ക് ഇവർ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും പലഹാരം രാവിലെ ഉണ്ടാക്കണം. അങ്ങനെ നമ്മളിതേ ഒരു ചീനിച്ചിട്ട് എടുത്തു, അരിക്ക് കുറച്ച് റവ കേട്ടോ ഒഴിച്ചോട്ടെ. എന്താ വെച്ചാൽ ഉണ്ണോട് പ്രത്യേകിച്ച് കഴിക്കില്ല, ഞങ്ങളും കഴിക്കില്ല. പക്ഷെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമമായി, ഞാൻ ഉണ്ടാക്കാണ്ട് അല്ല അവർ കഴിക്കാണ്ട് പോയി എന്നുള്ളൊരു വിഷമം. അപ്പം ഞാൻ അവർക്ക് എന്നും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ അവർ നമ്മൾ നോൻപൊക്കെ ഇല്ലാതെ മുന്നേ ആണെങ്കിൽ കോഴിമുട്ട പുഴുങ്ങി വയ്ക്കുക, അപ്പോൾ അതൊരെണ്ണമൊക്കെ അവർ തിന്നും. അപ്പോൾ അതും തിന്നണില്ലല്ലോ. രാവിലെ കഞ്ഞി 2 വായി കുടിക്കുക വെച്ചിട്ട് കഞ്ഞി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. പിന്നെ നമ്മളിത് കുറച്ച് കടുകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടു ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചോറ് പുറത്ത് വരുന്നുണ്ട്. എന്താ വെച്ചാൽ
രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമുക്ക് നിൽക്കാനുള്ള ടൈമില്ല കേട്ടോ. എന്താ വെച്ചാൽ എന്നാണെങ്കിൽ അന്വേട്ടനാണ് ഉണ്ണിയോളെ കുളിപ്പിക്കണ പരിപാടി ഏറ്റെടുത്തത്. ഞാൻ കുളിപ്പിക്കുകയാണെങ്കിൽ ചടപടാന്ന് കുളിപ്പിക്കും കേട്ടോ. അന്വേട്ടൻ അവരെ കുളിപ്പിക്കുക കുറച്ച് നേക്ക് കുറവായിക്കാരം, കുറച്ച് ടൈം കൂടുതൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സമയം ഫുള്ളും ഉണ്ണിയോളെ കുളിപ്പിക്കുന്നുണ്ട് അവിടെ അന്വേട്ടന് പോയി. അപ്പോൾ എന്നെ സഹായിക്കുന്ന ആൾ എനിക്ക് അടുക്കളയിലേക്ക് ഇന്ന് സഹായിക്കാൻ കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാനിവിടെ അന്വേട്ടൻ ഇവർക്കുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കും. ഇവർക്ക് സ്കൂളിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം ബോട്ടിൽ കഴുകിയിട്ട്, ബോട്ടിൽ കഴുകി വെച്ചാലും രാവിലെ ഒന്നുകൂടി കഴുകിയിട്ട് അതിൻ്റെ അതിൽ വെള്ളമൊക്കെ ആക്കി വയ്ക്കട്ടോ. പക്ഷേ എനിക്ക് അതിനൊന്നിനും ഹെൽപ്പിന് എന്നെ കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഈ ചോറ് പെട്ടെന്ന് ഊറ്റിയെടുക്കേണ്ടി സത്യം പറഞ്ഞാൽ അവിടെ ആയിരിക്കും കുക്കറിൽ വെക്കണ ചോറ് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഈ അരി വേവാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് 2 വിസിലടുപ്പിച്ചിട്ട് അവിടെ വിസിൽ പോകണ വരെ വെച്ചു കേട്ടോ. അപ്പോൾ വെന്ത് കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം അത് ഊറ്റിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് അത് വെന്തുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഉണ്ണുകൾക്ക് ചില അരി നമ്മൾ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ വേവ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വിറങ്ങിലിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഫുഡൊക്കെ ആക്കി അവർ സ്കൂളാക്കിയതിന് ശേഷം ഞങ്ങൾ എന്നാക്കി ഒരു പത്തിരിയും ഒരു ചായയും അത് ഞങ്ങൾ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ കൂടുതൽ ഇതാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പൊന്നു വിളിച്ച് നമുക്ക് സിനിമയ്ക്ക് പോകാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് വന്നിക്കാം അല്ലേ. കുട്ടികളെ കൊണ്ടുവരേണ്ട വെച്ചിട്ടാ. ഞങ്ങൾ വീട്ടിലിട്ടുന്ന ഡ്രസ്സോടൊക്കെ അങ്ങനെ വന്നിട്ടാ. ഈ പൊന്നിൻ്റെ പണിയാണ്, പൊന്നാണ് പണി വന്ന്. അപ്പോൾ സിനിമയ്ക്ക് പോകാനൊരു ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയോളം സ്കൂളിൽ പോയി അപ്പോൾ പൊന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് പ്രായത്തിൻ്റെ സിനിമ കാണുമ്പോൾ ഉണ്ണിയോളെ കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് പേടിയാണ്. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റണം. അപ്പോൾ അവർക്ക് ഷൂട്ടൊക്കെ ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകണം. അങ്ങനെ ഞാനിത് ഈ വീട്ടിൽ ഉള്ള ചുരിദാറാണ്, ഉണ്ണോളെ സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്ന ചുരിദാറാണ്. അവിടെ സ്കെച്ചിൻ്റെ ഇതിനൊക്കെ നിറക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പൊന്നു പോവാ. അപ്പോൾ ഇത് ശരി പോവാണ്ട് ഞങ്ങളൊരു 11 മണിക്ക് ഷോയ്ക്ക് പോയതാണ്. ആ പ്രേതത്തിൻ്റെ ലാലേട്ടൻ്റെ മോൻ്റെ പ്രണവൻ്റെ സിനിമ കാണാനാണ് പോയിട്ട്. സിനിമയുടെ പേര് എനിക്ക് വായിൽ അത്രയ്ക്ക് പെട്ടെന്നൊന്നും വഴങ്ങണില്ല. അതാണ് പ്രണവൻ്റെ സിനിമ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു. അതിന് ശേഷം ഉണ്ണോളെ സ്കൂളിൽ നിന്ന് എടുത്ത് ട്യൂഷനിലേക്ക് ആക്കി. അന്നേൻ്റെ മുടി ഒന്ന് ഡൈ ചെയ്യാണ്ടായിട്ട് താടി മുടിയൊക്കെ ഭയങ്കരമായിട്ട് നരച്ചിട്ട് ഒരു പ്രാന്തൻ്റെ എന്തിയായിട്ടാണ്. കാരണം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോണേക്കാൾ മുന്നേ ഡൈ അടിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ചു, അതായത് ഇന്ന് ശനിയാഴ്ച രാവിലെ എണീച്ച് അടിച്ചതോടൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുളിച്ചിട്ട് ഞാൻ വിളക്ക് വെക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പൊന്നൂരിന്ന് വർക്കിളാനും പൊന്നു വർക്കിന് പോയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ നമ്മുടെ സാമി റൂം തുറന്നപ്പോൾ ഒരു പിടി പൂവ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ നമ്മുടെ നമ്മളാരും സാമി റൂമിൽ പൂവ് വെച്ചിട്ടില്ലല്ലോ, അത് എവിടെ നിന്ന് ഈ പൂവ് എനിക്ക് ആകെ തൊഴിലക്കേടായിട്ടാണ്. നമ്മൾ ഈ സാമി റൂമിലുള്ള ഇങ്ങനെ പൂവൊക്കെ മാറിനെ എന്ത് പേടിച്ചു പോയി. അപ്പോൾ പറഞ്ഞു ഇല്ല പൊന്നു കുണിക്കാത്തുമ്പോൾ ഒരു ഏരസ് കേട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഏരസ് തരുമ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന പൂവാണ് സമാധാനം. എന്ന് വെച്ചാൽ അത് ഏരസ് കെട്ടി കൊടുത്ത് ഞാനാണ്. പക്ഷേ അത് കൊടുന്നതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുളിക്കണം നേരത്തെ ആയിരുന്നു കൊടുന്നിട്ട്. അപ്പോൾ എന്നോട് പൊന്നമ്മ കാർത്തൂനൊന്ന് കുളിപ്പിച്ച് ഒരു ഏരസ് കുളിച്ചിട്ട് വേണം കെട്ടാന്നാണ്. അപ്പോൾ അവളെ ഞാൻ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് ഏരസിൻ്റെ കൊടുന്നു തന്നു. അമ്മ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കെട്ടി കൊടുത്ത് ഞാനാട്ടാ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഉണ്ണോളനെ ഇപ്പോൾ കുണുക്കിൻ്റെ തല കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുണുക്കിന് പിന്നെയും പനി കുറഞ്ഞു. പിന്നെ മരുന്നൊക്കെ ഭയങ്കര കുണുക്കിക്ക് യാതൊരു കുറവുമില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ പനിക്കില്ല, പിന്നെ വീണ്ടും തലച്ചൂട് തലവേദന ഭയങ്കര ബുദ്ധിമുട്ട് വാശിക്ക് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായി കുണിക്കുമ്പോൾ പറയണു അമ്മയ്ക്ക് മാഗി ഉണ്ടാക്കി വരുന്നുണ്ട്. എനിക്കാണ് ഈ മാഗി ഒന്നും തിന്നാൻ സത്യമാണ് ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ പ്രാവശ്യം ഇറച്ചി മീനൊക്കെ ഇല്ലല്ലോ, കുറേ ദിവസമായില്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അമ്മ ഞാൻ മേടിക്കുന്ന ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചിട്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതാണ് ആ സന്തോഷത്തിന് കൊടുന്ന് വന്നിട്ട്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കുട്ടികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ വയറ് സ്തംഭിക്കുകയൊക്കെ ഉണ്ടാവും. എനിക്കും ഇഷ്ടമില്ല, അന്വേഷണം ഇഷ്ടമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അവരെ ഇഷ്ടങ്ങൾ കാണണ്ടേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും കഴിക്കണോണ്ടോ അപ്പോൾ ഇതിപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അതിനെ മേടിച്ച് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇന്ന് രാവിലെ നമ്മൾ വയറ്റിൽ ആ ഒരു വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഒരു ചവർപ്പും ഒരു സ്മെല്ലൊക്കെ ആട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുടിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ നമുക്ക് വയറ്റ് കുടിക്കുമ്പോൾ ഇങ്ങോട്ടും അമ്മ ഇങ്ങോട്ടും അയ്യോ ഒരു വിധത്തിൽ കുടിച്ചാൽ കഴിയണോട് കൂടിയിട്ട് ഞാൻ അയ്യോ ആലോചിക്കാൻ വയ്യ. രാവിലത്തെ വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ രാവിലെ ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു, അവർ പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാക്കറ്റ് ചപ്പാത്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പൊന്നൂന്ന് വറുക്കളാൻ കാർത്തൊന്നും ഇവിടെ കൂടെയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പണിയാൻ ഞാൻ അന്നേരം
ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിരുന്നത്. പക്ഷേ പൊന്നുവിന് ഇന്നലെ ഒരു വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോയിട്ട് വേറെ ഒന്നുമില്ല, ഷെബിക്ക് ആസ്റ്ററിലൊന്ന് ഡോക്ടറെ കാണിക്കുന്ന ആവശ്യമില്ല, സ്കിന്നിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടേ. അപ്പോൾ അവർ അങ്ങനെ വർക്ക് കഴിഞ്ഞാൽ നേരെ ആസ്റ്ററിലേക്ക് പോകും. അപ്പോൾ കുറേ നേരം പിന്നെ ഇതിപ്പോൾ ഇന്ന് രാത്രി 6 മണിക്ക് അവർ എത്തിയിട്ട് ഇന്നലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവർ പോയിട്ട് ഇന്നാണ് അവർ എത്തിയത് കേട്ടോ. അങ്ങനെ അപ്പോൾ അവർ കാർത്തൂനും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. 11 മണിയൊന്നും ആയിട്ട് 10:30 ആകുമ്പോൾ ഇന്നലെ പോയത് രാത്രി. ഇന്ന് സന്ധ്യയ്ക്ക് 6 മണിക്ക് അവർ എത്തിയത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി അത് കഴിഞ്ഞു. അതിനായിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ അവർക്കുള്ള മരുന്ന് കൊടുക്കാൻ എടുത്ത് കേട്ടോ. കുണിക്കിയുടെ ആൻറ്റിബയോട്ടിക് വെറുവായിട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ ഇതേ കുണിക്കിക്ക് ഇപ്പോൾ തലവേദനയും പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഗുളിക ഞാൻ ചാരിച്ച് വയ്ക്കുന്നതാണ് കാരണം കേട്ടോ. അപ്പോൾ അവൾ മരുന്ന് കുടിക്കും, ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയായിട്ടോ കുണിക്കിക്ക്. കുണുക്ക് പിന്നെ എങ്ങനെയൊക്കെ ഒരു വിധത്തിലൊക്കെ ഗുളിക കഴിക്കൂട്ടോ. അങ്ങനെ കുണുക്കൻ്റെ കാര്യത്തിലേക്ക് ഒരു സമാധാനമാണ്. കുണുക്കിക്ക് ഗുളിക ചില സമയത്ത് മെഴുകുമ്പോൾ ചില സമയത്ത് കഴിക്കാറില്ല കേട്ടോ. നാവുമ്പന്നെ തടഞ്ഞിരിക്കും. ഞാൻ ചീത്ത പറയുന്നുണ്ടെങ്കിലും പിന്നെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുക, കഴിക്കാൻ ഒരു ഭയം ആയി കിട്ടണ്ടേ. കുണുക്കിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഗുളിക കഴിക്കാൻ പഠിച്ചുട്ടോ. അതോടുകൂടി കുണുക്കിനകത്ത് രക്ഷ. അല്ലെങ്കിൽ ഈ കുപ്പിമരുന്ന് എപ്പോഴും കുറേ ഒരു 5-6 തേനും കുപ്പിമരുന്നുണ്ടാവും. കുണുക്കിനുണ്ടാവും, കുണിക്കുണ്ടാവും. അപ്പോൾ കുണിക്ക് മരുന്നുണ്ടായപ്പോൾ കുണിക്ക് കുടിച്ചിട്ട് വാശി പിടിച്ചപ്പോൾ ഞാൻ അച്ഛൻ വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമുക്ക് വർത്താനം മരുന്ന് കുടിച്ചാ അവിടെ കളഞ്ഞ് നിൽക്കുന്നത് എന്തോ പിച്ചിട്ടോണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടോ? അവള് കഴിച്ചാ അവള് കഴിച്ചു. അവളെ ഇപ്പൊ അമ്മ അല്ല, കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന ചപ്പാത്തിക്ക് ചട്നിയോ? വേറെ ടേസ്റ്റാണ്. കുറേ വർഷം ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം സിറ്റ് ഔട്ടായിരുന്നു. കുറേ വർഷം കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുട്ടിയാക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും അതിനായിട്ട് ഗൾഫിലൊക്കെ സിറ്റ് ഔട്ടിൽ നിന്ന് ഫുഡ് കഴിക്കട്ടോ. ഇപ്പൊ കുറെ നാളായിട്ട് ആ വണ്ടി ഓടിക്കരുത്, ഞാൻ വീഡിയോ എടുക്കണം. അന്ന് നമ്മള് തിരിച്ചു 2-3 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്നുള്ളതല്ലേ. അപ്പം അന്ന് എവിടെ സിറ്റ് ഔട്ടിലൊക്കെ എവിടെ കൊണ്ടുവച്ചാലും ഫുഡ് വരും. ഇപ്പൊ അതല്ലല്ലോ, രണ്ടാമത് ചെറിയ ഡോസ് ഇട്ട് ഇരിപ്പാട്ടായിരിക്കുന്നത്. എന്താ പറയാ, അതിന് പണ്ടേട്ട സിറ്റ് ഔട്ട് നടക്കളായിരിക്കും വേണം ടൈമില്ല. അടുക്കള കണ്ടായിരുന്നില്ല, ഒരു കാര്യം ചെയ്തിരുന്നില്ല. സത്യല്ലേ? ഒക്കെ പണി ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അന്ന് ഇങ്ങനെയല്ല കേട്ടോ, വിപുല സമൃദ്ധമായിട്ട് ഫുഡും കാര്യം നോക്കിയും എന്ത് 18 ദോശയൊക്കെ കഴിച്ചേ. 18 27 കഴിച്ചിട്ട് ഓർമ്മയുണ്ട്. പൊന്നിനോട് കുഞ്ഞിനോട് തല്ലുണ്ടാക്കിയിട്ട് അവര് കഴിക്കാനില്ല. അവര് ഒരു ദോശ പിടിച്ചിട്ട് 3 മണിക്കൂറൊക്കെ ഇരിക്കുക. 27 ദോശ കൊണ്ടെടുത്ത് വരാനും വിളിച്ചോണ്ടിരിക്കട്ടോ ഭക്ഷണമാക്കി. ഇവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാ. പൊന്നിന് കുഞ്ഞിന് ചെറുപ്പം ദോശ കഴിക്കാൻ ഭയങ്കര മടിയാട്ടാ. ഞാനത് അടുക്കളയിൽ ചായ എടുത്ത് എനിക്ക് 27 ചട്ടി സാമ്പാർ ആശാനം തിന്നു. ഇതിനാണ് വരെ വിളിച്ചു പറഞ്ഞത് ഇവർക്ക് ഇന്ന് ഫുഡില്ല കണ്ടു. ഞാൻ എനിക്ക് 2 എന്താ ചട്നിയും അവരേ കഴിക്കണ്ടേ. മറ്റേ പോലെ അല്ലാട്ടോ, ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കുഞ്ഞിനും ഭയങ്കര പിന്നാക്കായിരുന്നു ഫുഡ് കഴിക്കാൻ. ഇത് വേറെ ടേസ്റ്റായിട്ട് ചെയ്യാത്ത ചെയ്തിട്ട് ചട്നിയിൽ വേറെ ഒന്നും കൊണ്ടിടരുത്. പച്ചമുളക് ഉപ്പും നാരങ്ങനും മാത്രം വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കുക. എന്നിട്ട് കാച്ചിയ അതിൽ ഇഞ്ചി ചുവന്നില്ല വേറെ ഒന്നും കൊണ്ടിടരുത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് ചപ്പാത്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ രാത്രിത്തെ ഫുഡായിട്ട് ഞാൻ ഇട്ട് നമ്മ അമ്മി മറിച്ച ചട്നി കേട്ടാ. അമ്മ എന്താ
അമ്മ എന്താടാ അമ്മ എന്തിട്ടാ അമ്മിനെ തന്നെ എന്തിട്ടാ അല്ലോ മമ്മിയല്ല അമ്മിയെ പറഞ്ഞേ അമ്മിക്കുട്ടി വേണ്ട ഭയങ്കര ഇഷ്ടട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അന്നേട്ടാ ഇന്നത്തെ കൂടി ചോദിക്കുക എന്താ ഉണ്ട് ആരും ഇന്നറാവും സത്യം പറയല്ലോ ഇപ്പത്തെ ഞങ്ങളെ എനിക്ക് അനുമോളാട്ടോ അനീഷിനെ ഇഷ്ടമാണ് ഒന്നിനെ അനീഷ് അനുമോൾ ആരും പിന്നെ ആരാ ഷനാസ് അതിന്റെ അപ്പുറത്തേക്ക് ആർക്കും വിന്നറാണെങ്കിലും എനിക്ക് താല്പര്യം ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഓരോ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അനുവിനെ എന്താ വെച്ചാൽ അത്രയും മേലെ അനുവിനെ എല്ലാവരും പുറത്തുനിന്ന് വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇത് ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട കളി വൃത്തിയായിട്ട കളിയെന്ന് പറഞ്ഞ തിരിഞ്ഞു കഴിഞ്ഞാ പക്ഷെ എനിക്കിപ്പോ ഒന്നും മനസ്സിലായി അനുമോളോട് കുശുമ്പുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ രണ്ട് കാര്യം ഇതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അനീഷും പാവട്ടോ അനീഷിനോട് ഇഷ്ടമില്ല പക്ഷെ അനുമോളിന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നേ പുറത്തുനിന്ന് വന്നേ ആദില ചെയ്തിട്ടുണ്ടാക്കി ഞങ്ങൾക്ക് ആദിലെന്നെ നൂറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടാലോ നിങ്ങൾക്ക് ഇഷ്ടം പക്ഷെ ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലോ ഒരു വൃത്തി കെട്ട ഗെയിമാണ് ആദിലേക്ക് മനസ്സിലായി ആദില പോവും നൂറെങ്കിലും കയറി പറ്റട്ടെ വെച്ചിട്ട് ആദില ഒപ്പിച്ചു പോയി പണിയാണ് വലിയൊരു ബോംബ് വെച്ച് കൊടുത്തത് നീവിയും പറഞ്ഞല്ലോ വലിയൊരു ബോംബ് ഇട്ടിട്ട് അതിനോട് ഇറങ്ങി പോയി സത്യ ബോംബ് ചീറ്റി പോയി മാത്രം നൂറയ്ക്ക് കള്ളത്തേൽ അറിയില്ല ആ മുഖത്ത് അറിയണ്ടേ അതിലേക്ക് വേണ്ടി പിടിച്ചു നിന്നത് അവള് ആ കള്ളത്തരത്തിന്റെ ഒപ്പം അമ്മ പിന്നെ അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അനുമോള് വിന്നറാണ് അവളെ ഇത്രയും പേര് കഷ്ടപ്പെടുത്തി ഇത്രയും പേര് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിന്നർ അനുമോൾ തന്നെ ആവണം അല്ലെങ്കിൽ ഇനിയിപ്പോ ബിഗ് ബോസ് ചില നേരത്തെ ഒരു വൃത്തിയായിട്ട കളി കളിക്കാറുണ്ട് ആ രഞ്ജിത്ത് സാറിന്റെ കാര്യത്തില് പച്ചമുളക് തീവട്ടെ അതിന്റെ പുറത്തേക്ക് ഇട്ട ആൾക്കാരാ ഉണ്ടിയിട്ടും തള്ളിയിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ നിർത്തി പോലെ ലാലേട്ട പടമാണ് ഇനി ഒരു ചെറിയൊരു കുട്ടിയാണ് ഇനി വൃത്തിയായിട്ട കളി വെച്ചാൽ ലാലേട്ട പടം കുട്ടി കാണില്ല അതെ എന്തായി മാഗിയ ഒന്നും തേച്ചില്ല ഭയങ്കര മടിയാണ് ക്രീം തേക്കണം പറഞ്ഞ് തേക്കാം അല്ലെങ്കിൽ തേക്കില്ല ഒന്നും വേണ്ട ഇനി പുറത്തേക്ക് പോകും എന്നിട്ട് ചുരിദാറുകൊണ്ട് കൊടുക്കാൻ പോകണം എന്നിട്ട് വരുമ്പോ അമ്മേനെ എടുത്തിക്കണം ഓക്കെ ഹലോ ഗായ്സ് വീഡിയോ എടുക്കുകയാണ് പക്ഷേ ഒന്നുമില്ല കേട്ടോ ബൈ. സത്യം പറഞ്ഞതിൻ്റെ ഇടയിൽ കുണിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ച് ഞാൻ ഇപ്പോഴാണ് കണ്ടിട്ട് ഇനി കുണിക്കുമ്പോൾ ഒരു ചാനൽ എടുക്കണം അവൾക്ക് വീഡിയോ എടുക്കാൻ കഴിവുണ്ട് നിൽക്കുമ്പോൾ മനസ്സിലായി അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് പോകാണ്ടായിരുന്നു പുറത്തേക്കൊക്കെ പോയി അതിന് ഞാൻ പറഞ്ഞ നാളെ ഒരു കല്യാണം ഇട്ട അതിൻ്റെ ഇടയിൽ കുണിക്ക് ഇന്ന് രാവിലെ തൊട്ടി ഉച്ചയാണെങ്കിൽ 4 പ്രാവശ്യം ഛർദ്ദിച്ചു കേട്ടോ 2 പ്രാവശ്യമൊക്കെ ചവിട്ടിയിൽ ഛർദ്ദിച്ച് ആ ചവിട്ടിയൊക്കെ ഞാൻ കൂടെ കഴുകിയിട്ടു ഹാളൊക്കെ തുടച്ചു അങ്ങനെ ബെഡ്റൂം ഛർദ്ദിച്ചു അതും മാറ്റി ഇപ്പോൾ ഈ കിടക്കി വിരിയുമ്പോൾ ഛർദ്ദിച്ചു ഇതിപ്പോൾ അതിനായിട്ട് കഴുകാൻ കൊണ്ടുപോകണം കേട്ടോ ചോറ് വെക്കണാനും അതിന് എണ്ണ കഴുകാൻ കൊണ്ടുപോകണം കേട്ടോ അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പൂവില്ല അപ്പോൾ അതൊക്കെ കൈ കൊണ്ട് കഴുകി കളയണം അങ്ങനെ ഞാൻ വിചാരിച്ചു ഓടി വന്ന ശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് അപ്പോൾ അതൊക്കെ പോയി വന്നപ്പോഴേക്കും നേരെ 3 മണിയായിട്ടാണ് 3 മണിക്ക് നമുക്ക് പെട്ടെന്നൊരു ഉച്ചയൂണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് വെജിറ്റേറിയൻ അങ്ങനെ നമുക്ക് ഒന്നും കഴിക്കാനും ഇതാവില്ല അപ്പോൾ ഞങ്ങളുടെ ഈ തൃശ്ശൂർക്കാർക്ക് ഓടി വന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഭക്ഷണം നല്ല പരിപ്പൂത്തി അയച്ചതാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഒരു ഉണക്കമീനൊക്കെ വേണം നമുക്കത് പറയാൻ പാടില്ല അങ്ങനെ നമ്മളത് മറന്നു അങ്ങനെ പരിപ്പും തക്കാളി പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് പരിപ്പ് വേവിച്ചു വിട്ടാൽ അപ്പം ചിലർ പലതരത്തിൽ പരിപ്പ് ഊറ്റി അയച്ചു വിട്ടു അപ്പം ഞാൻ ചില നേരത്ത് ഇങ്ങനെയാണ് പരിപ്പ് ഊറ്റി അയച്ചേട്ടാ പിന്നെ ചുവന്നുള്ളി മൂപ്പിച്ചു കറിവേപ്പില ഇട്ടു കുത്തിയ മുളകും തരിമുളകും കൂടി ഇട്ടു നമ്മൾ വേവിച്ച പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ പരിപ്പൂത്തി അടിപൊളി പരിപ്പൂത്തി റെഡി ആട്ടാ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ടാണ് കേട്ടോ പരിപ്പിനെ വേവിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പയറില്ലേ പച്ചപ്പയറല്ല പച്ച കളറുള്ള പയറില്ലേ
ആ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിക്ക് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അപ്പം ഞാൻ ഒരു മുറി നാളികേരം, എനിക്ക് 3 ചുവന്നുള്ളി, 2-3 വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, കറിവേപ്പില, നല്ല ജീരകം അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ ചതച്ചിടുന്നാൽ അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുകിട്ടു പൊട്ടിച്ചു. അതിലേക്ക് ചുവന്നുള്ളി കറിവേപ്പിലയും ഇട്ടു. പിന്നെ ഇപ്പം നമ്മൾ നാളികേരം ചതച്ച് വെച്ചില്ലേ, ആ നാളികേരം ഇട്ടു. അതിലേക്ക് ചെറുപ്പയർ വേവിച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. അതും നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി സെറ്റ്. അപ്പോൾ പരിപ്പ് കുത്തി വെച്ചതും ഉപ്പേരിയും. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു കേട്ടോ. അങ്ങനെ അടുത്തത് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യം ഒരു 5-10 മിനിറ്റായിട്ടോ എനിക്കൊരു ഉച്ചയൂണിന് ടൈം പിടിച്ചിട്ടുള്ളൂ. ഉപ്പ് കുറച്ച് ഉപ്പിട്ട് പിന്നെ നല്ല കണ്ട ആ പപ്പടം കാച്ചിട്ട് തൊട്ടപ്പോൾ തന്നെ നല്ല മിളകും പുളിയിട്ടുള്ള നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏത് കൂട്ടി ഫുഡ് കഴിക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറിന് വന്നപ്പോൾ കുണുക്കൻ പറഞ്ഞാൽ അമ്മയ്ക്ക് ഉരുട്ടിയായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ചോറാണ് നീക്കി വെച്ചിട്ട് കുണുക്കൻ്റെ ചോറാണ് കേട്ടോ ഈ ഉരുട്ട് കൊടുക്കുന്നത്. അവനാണ് ഞാൻ കുണിക്കുമ്പോൾക്ക് ഒരു കുഞ്ഞ് കയ്യിൽ ചോറായിട്ട് ഇട്ടുന്നത്. ഇന്ന് അവനകത്ത് മതി ഇത്ര കുണിക്ക് ചോറിനെ എനിച്ചില്ല. കുണിക്ക് തലവേദനയ്ക്കുന്ന കാരണം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കുണിക്ക് ഞാൻ ഊണ് കഴിക്കുമ്പോഴേക്കും അവിടെ വന്ന് ഇരുന്നോട്ടെ കഴിക്കാൻ. പിന്നെ അവൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചോട്ടെ. ഈ മടിയനാ അവൻ ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂപ്പിൽ പപ്പടം വയലിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് ഉപ്പേരിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല വിശപ്പായിട്ട് സത്യം പറഞ്ഞാൽ 3 മണിയായി 3:30 അതിൻ്റെ ഏകദേശം ഭക്ഷണം കഴിക്കാൻ ഇരിക്കട്ടോ. അങ്ങനെ അവന് ചോറ് ഒരു ചട്ട ചോറിനുമ്പോഴേക്കും അവൻ മതി ചെയ്യുന്നുണ്ട്. അവൻ പോയി അവന് ഒരു ഉരുളിട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആടെ കൊടുക്കുക വാടാ പറഞ്ഞത് ഈ ചോറ് കൂടി കഴിഞ്ഞാൽ മതിയിട്ടാണ് അവൻ പോയത്. അപ്പോൾ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പേരി എടുത്തിട്ട് ഞാൻ കഴിക്കട്ടെ. ഞാൻ ആകെ ഒരു തരി ചോറുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ ഉപ്പേരി ഉണ്ട്, അതും കൂടി ഇട്ട് കുറച്ച് പരിപ്പ് കുത്തി ഒഴിച്ചിട്ട് ആ ചമ്മന്തി കൂടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനത്തെ ഒരു പരിപ്പ് കുത്തി നമ്മൾ തൃശ്ശൂർക്കാർക്കാണ് മെയിനായിട്ട് കേട്ടോ. പുറത്തേക്ക് അങ്ങനെ അധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ തൃശ്ശൂർ സൈഡ് ഭയങ്കര നമ്മൾ രാത്രികളൊക്കെ എങ്ങനെയാണ് പോയി വന്ന ഒരു നേരത്തേക്ക് പരിപ്പ് കുത്തി വെച്ച് പട്ടത്തിയോ ഉണക്കമീനോ ഉണക്കമുള്ളനോ ഉണക്കമാന്തലൊക്കെ വറുത്ത് കഴിക്കും. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ പരിപ്പ് കുത്തി വെച്ചതും ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിലും വൈകുന്നേരം സ്കൂളിലേക്ക് ചോറ് കൊടുത്തേക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പരിപ്പ് കഴുകുക, അതിലേക്ക് തക്കാളി പച്ചമുളകും കറിവേപ്പിലും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കുക. ഒരു 2-3 വിസിൽ വെന്തരിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചുവന്നുള്ളി മാത്രം ചതച്ചിടുക. കുത്തിയ മുളകിടുക, കറിവേപ്പില ഇടുക, നുള്ള മുളക് പൊടി ഇടുക. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഈ പരിപ്പ് വേവിച്ചത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ പരിപ്പ് കുത്തി വെച്ചിട്ടുണ്ടാക്കുക. പിന്നെ ചിലർ പരിപ്പും ഉപ്പും മാത്രം വേവിച്ചിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുത്തിയ മുളക് കൂടി കാച്ചൂട്ടോ. അങ്ങനെയുണ്ട് കേട്ടോ. പലരും പല തരത്തിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.